ഭക്തസഹസ്രങ്ങളുടെ ശരണം വിളികളെ സാക്ഷിയാക്കി അയ്യപ്പസ്വാമിക്ക് പമ്പയിൽ ആറാട്ട് നടന്നു. ആറാട്ടിന് ശേഷം ഭഗവാനെ പമ്പ ഗണപതി ക്ഷേത്രത്തിൽ എഴുന്നള്ളിച്ചിരുത്തി. വൈകിട്ടോടുകൂടി ആറാട്ട് ഘോഷയാത്ര സന്നിധാനത്തേക്ക് തിരിക്കും. ഘോഷയാത്ര സന്നിധാനത്തെത്തുമ്പോൾ ഭഗവാന്റെ 10 ദിവസത്തെ പൈങ്കുനി ഉത്രം ഉത്സവത്തിന് കൊടിയിറങ്ങും. ഭഗവാൻ ആറാട്ടിനായി പുറപ്പെട്ടപ്പോൾ സന്നിധാനം ഭക്തിയുടെ പാരമ്യത്തിലെത്തി. ശരണം വിളികൾ മുഴങ്ങിയ അന്തരീക്ഷത്തിൽ രാവിലെ 9 മണിയോടെ ആറാട്ട് ബലിക്ക് ശേഷം ഭഗവാൻ ആനപ്പുറത്ത് പമ്പയിലേക്ക് എഴുന്നള്ളി. വെള്ളിനല്ലൂർ മണികണ്ഠൻ ഭഗവാന്റെ തിടമ്പേറ്റി. ആറാട്ട് ഘോഷയാത്ര പമ്പയിലെത്തിയപ്പോൾ ശബരിമല മേൽശാന്തി എസ് അരുൺകുമാർ നമ്പൂതിരി ഭഗവാന്റെ തിടമ്പ് ഏറ്റുവാങ്ങി ആറാട്ട് കടവിലേക്ക് എഴുന്നള്ളിച്ചു. തുടർന്ന് പമ്പയിൽ അയ്യപ്പസ്വാമിക്ക് ആറാട്ട്. ശരണം വിളികളോടെ ഭഗവാന്റെ തിരുവാറാട്ട് ദർശിച്ച് പമ്പയിൽ തിങ്ങി നിറഞ്ഞ ഭക്തസഹസ്രങ്ങൾ. കണ്ഠര് ബ്രഹ്മദത്തന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ആറാട്ട്. ആറാട്ടിന് ശേഷം ഭഗവാനെ പമ്പ ഗണപതി ക്ഷേത്രത്തിൽ എഴുന്നള്ളിച്ചിരുത്തി. ഈ സമയം ഭക്തർക്ക് പറ വഴിപാട് സമർപ്പിക്കാൻ അവസരം. വൈകിട്ട് 4 മണിക്ക് പമ്പയിൽ നിന്നും തിരിക്കുന്ന ആറാട്ട് ഘോഷയാത്ര സന്നിധാനത്തെത്തുമ്പോൾ ഭഗവാന്റെ 10 ദിവസത്തെ പൈങ്കുനി ഉത്രം ഉത്സവത്തിന് കൊടിയിറങ്ങും. ജനം, സന്നിധാനം.